ആലപ്പുഴ ചേർത്തല തിരോധാന കേസുകളിലെ ദുരൂഹത നീക്കാൻ പോലീസ്. കോട്ടയം അതിരമ്പുഴ സ്വദേശി ജൈനമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യൻ നിരവധി സ്ത്രീകളെ കൊലപ്പെടുത്തിയെന്നാണ് സംശയം. 5 വർഷം മുമ്പുള്ള സിന്ധു തിരോധാന കേസടക്കം 16 വർഷം മുമ്പ് കാണാതായ സ്ത്രീകളുടെയും വിവരങ്ങൾ അന്വേഷിക്കും. ചേർത്തല തിരോധാന കേസുകളിലെ പ്രതി സെബാസ്റ്റ്യൻ സീരിയൽ കില്ലറാണോ എന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം. വിവിധ ഭാഗങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തിരോധാന കേസുകൾ അന്വേഷിക്കാനാണ് പോലീസ് നീക്കം. 2020-ൽ കാണാതായ ചേർത്തല സ്വദേശിയായ സിന്ധു തിരോധാന കേസടക്കം 16 വർഷം മുൻപ് കാണാതായ സ്ത്രീകളുടെ വിവരങ്ങളും അന്വേഷിക്കും. സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം സ്വത്തും സ്വർണവും കൈക്കലാക്കാൻ ഇവരെ കൊലപ്പെടുത്തുന്നതാണ് സെബാസ്റ്റ്യന്റെ രീതി. 2020 ഒക്ടോബർ 19-നാണ് ചേർത്തലയിൽ നിന്ന് സിന്ധുവിനെ കാണാതായത്. എന്നാൽ തെളിവുകളില്ല എന്ന കാരണത്താൽ 2023-ൽ അർത്തുങ്കൽ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു. അമ്പലത്തിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് സിന്ധു ഇറങ്ങിയിരുന്നത്. എന്നാൽ പിന്നീട് തിരിച്ചു വന്നില്ല. മകളുടെ വിവാഹത്തിന് 2 മാസം മുൻപാണ് സിന്ധുവിനെ കാണാതായതെന്നും വിവാഹത്തിനുള്ള സ്വർണം ബന്ധുക്കൾ കണ്ടുവച്ചിരുന്നതായും സിന്ധുവിന്റെ അമ്മ പറഞ്ഞു. ഇവിടുന്ന് പോണത് അമ്പലത്തിൽ പോണെന്നും പണ്ട് പോയതാണ്. പോയി വഴിപാട് നടത്തിച്ചും വരാന്നും പണ്ട് പോയി 2 കുഞ്ഞുങ്ങൾ വന്നാലും ഇവിടെ ഉണ്ട്. സമയം കഴിഞ്ഞ് 8 മണിയായിട്ടും ആളെ കാണാനില്ല. ചെന്നപ്പോഴാണ് ഞങ്ങൾ തിരക്കി നടക്കണത്. തിരക്കി നടന്ന് രോഗം മുഴുവൻ നടന്നിട്ട് ഇന്ന് വരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. ഞാൻ എന്നാലും തലവരെ ഇവിടെ കിടക്കുകയായിരുന്നു അന്ന്. അത് ഇവിടെ അമ്പലത്തിൽ പോണെന്നും പണ്ട് പോയെങ്കിലും ഒന്ന് എനിക്ക് ചൊവ്വന്നേരം ഒന്ന് കാണാൻ പോലും ഇതൊരു തൊട്ടില്ലായിരുന്നു. അവര് പറയണത് പിന്നെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എടുക്കലുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അല്ലാതെ വേറെ ഒരു തെളിവ് ഇന്ന് വരെ ഉണ്ടായിട്ടും ഇല്ല. അതേസമയം അസ്ഥികൂടാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പള്ളിപ്പുറത്തെ വീട്ടിലും പരിസരത്തും വീണ്ടും പരിശോധന നടത്തും. 15 വർഷം മുൻപ് കാണാതായ ബിന്ദു പത്മനാഭൻ കേസിലെ പ്രധാന പ്രതിയെന്നാരോപിക്കുന്ന സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നായിരുന്നു കഴിഞ്ഞ ദിവസം മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കത്തിയ നിലയിൽ കണ്ടെത്തിയ അസ്ഥികൂടാവശിഷ്ടങ്ങൾ മനുഷ്യന്റേതാണെന്ന് കഴിഞ്ഞ ദിവസമാണ് പോലീസ് സ്ഥിരീകരിച്ചത്. സംഭവത്തിൽ സെബാസ്റ്റ്യൻ നിലവിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലാണ്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.